എന്തൊരു ധൈര്യമോ നിനക്ക്! എന്റെ അനുവാദമില്ലാതെ എങ്ങനെയാ ഇവനെ നീ പുറത്തു കൂട്ടിക്കൊണ്ടുപോയത്? ക്ഷമിക്കണം റാണിയമ്മ. റോജായ്ക്ക് ഈ സമയത്ത് ആവശ്യം കെയറും സംരക്ഷണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. നിങ്ങൾക്കറിയത്തില്ല അവൾ എന്തുമാത്രം റിസ്ക് എടുത്തിട്ടാണ് അത് അവീക്കിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. എന്തായി പറയുന്നേ? അവിക് പെണ്ണയെ കിഡ്നാപ്പ് ചെയ്തെന്നോ? അതെ, കുറച്ച് ഗുണ്ടകൾ ഇവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. എന്നിട്ട് റോജാനെ അവർ വേറെ മുറിയിൽ പൂട്ടിയിട്ടു. അവിക്കിനെ എന്നിട്ട് വേറെ എവിടെ കൊണ്ടുപോയി. പക്ഷെ റോജാണല്ലോ അവിടെ നിന്ന് എങ്ങനെയോ കഷ്ടപ്പെട്ട് വെളിയിൽ വന്നിട്ട് അവീക്കിനെ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് അവന്റെ ജീവൻ രക്ഷിച്ചത്. അവിക് ബണ്ണയെ കിഡ്നാപ്പ് ചെയ്യാൻ മാത്രം ഈ വീർഗഡിൽ ആർക്കാണ് അത്ര ധൈര്യമുള്ളത്? നീ അവന്റെ പേര് പറഞ്ഞാ മതി. നിന്റെ അച്ഛനാണ് സത്യം. ആരെയും ഞാൻ വെറുതെ വിടില്ല. അല്ല, നിങ്ങൾ എല്ലാരും ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവിക് ബണ്ണയുടെ കാര്യത്തിൽ നിങ്ങൾക്കെല്ലാം ചിന്തയുണ്ട്. പക്ഷേ ഇവളുടെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്ക്. ഇവളെ കുറിച്ചുകൂടി ചിന്തിച്ചു നോക്ക്. ഈ സമയത്തല്ലല്ലോ റോജയോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. മാറു, ചെല്ല, വേഗം പോയി ഇവൾക്ക് വേണ്ടി വെള്ളം എടുത്തിട്ട് വാ. സാമധാന ദണ്ഡഭേദ. ഇതിലെന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് തെരഞ്ഞെടുത്തേ പറ്റൂ. എന്തായാലും ശരി, ആ പെണ്ണ് വാ തുറക്കാനേ പാടില്ല. അവൾ മിണ്ടാൻ പാടില്ല. രാമനാമം. അച്ഛനതോർത്ത് ടെൻഷൻ ആവണ്ട. അവളുടെ വായ ഇനി ഒരിക്കലും തുറക്കാൻ പറ്റാത്ത പാകത്തിന് അടപ്പിക്കാനുള്ള വഴി എന്റെയിലുണ്ട്. ഇല്ല, അവർക്ക് ആരാന്ന് എനിക്ക് അറിയില്ല. അവരെന്തിനാ അവിക്കിനെ കിഡ്നാപ്പ് ചെയ്തെന്നും എനിക്ക് അറിയില്ല. എന്തുകൊണ്ട്? സമീർ ചേട്ടൻ ഓൾറെഡി പറഞ്ഞു അവരവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് നിന്നെ രക്ഷപ്പെടുത്തിയതാണെന്ന്. എന്നിട്ടിപ്പൊ നീ അവരെ തന്നെ സംശയിച്ചോണ്ടിരിക്കണോ? ഇല്ല, ഞാൻ ആരുടെയും മുഖം കണ്ടില്ല. അവരൊക്കെ അവരുടെ മുഖം തുണി കൊണ്ട് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. റോജ, നിന്റെ ബുദ്ധി കുറച്ചൊന്ന് ഉപയോഗിക്ക്. എന്തെങ്കിലും ഒന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? നീ നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും കണ്ടോ? എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് ഒരു കാര്യം മാത്രമേ അറിയൂ. അവരൊക്കെ എന്നെ കൊല്ലാനാ വന്നേ. എനിക്ക് ഒരു കാര്യം ഓർമ്മയുണ്ട്. ഞാൻ ഇരുമ്പ് കമ്പിയെടുത്ത് ഒരാളുടെ കാലിലടിച്ചു. പക്ഷെ അയാൾ ഓടി രക്ഷപ്പെട്ടു. ഞാനവിടെ കറക്റ്റ് സമയത്ത് എത്തിയത്. അല്ലെങ്കിൽ അവര് അവിക്കിനെ. അയ്യോ, ചോര വരുന്നുണ്ടല്ലോ നിന്റെ കയ്യിൽ നിന്ന്. അയ്യോ, നീ ചുമറിനെ കുറിച്ച് എന്താ പറയുന്നത്? എന്താ പറയാൻ വരുന്നത്? പറയ് റോജ, പറയ്. എനിക്ക് റാണിയമ്മയോട് പറഞ്ഞേ പറ്റൂ. ഈ വീട്ടിലുള്ള ആരും ഒരാളാണ് അവിക്കിനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. റോജ, റോജ, റോജ കണ്ണു തുറന്നേ. റോജ, എനിക്ക് തോന്നുന്നു അവള് വളരെ ക്ഷീണിതയാണെന്നാ. അവൾക്ക് വിശ്രമം ആവശ്യമാണ്. രൂപ്, എന്നെ ഒന്ന് സഹായിച്ച് ഇവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാ. അവള് വേഗം മുകളിലേക്ക് കൊണ്ടുപോ. വീർഗഡിന്റെ രാജകുമാരനെ ആക്രമിക്കാൻ ആരോ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു സാധാരണ കാര്യമല്ല. ഞാൻ നേരിട്ട് പോയി DIGയെ കാണാൻ പോവുകയാണ്. കുറ്റവാളിയെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളു കാര്യം. സമീർ, നീ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരുടെ മേലെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് പറയ്. ഞാനത് കൈകാര്യം ചെയ്തോളാം. ഇല്ല റാണിയമ്മ, ഞാനും അവരെ ശരിക്കും കണ്ടില്ല. പക്ഷെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത് മാത്രമാണ് അവരുടെ കാരണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. റോജനെ അവിക്കിനെ കൊല്ലാനായിരുന്നു അവരുടെ പദ്ധതി എന്ന് തോന്നുന്നു.
ഞാൻ എന്തായാലും ഇത് അടിമുടി കണ്ടുപിടിക്കും. കുറ്റവാളിക്കുള്ള ശിക്ഷ തീർച്ചയായും കിട്ടിയിരിക്കും. സമീർ, റാണിയമ്മ, അവിക് ബണ്ണയുടെ ജീവൻ രക്ഷിച്ച് നീ എത്ര വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന് നിനക്കറിയില്ല. മോഹിനി ഇന്നേ വരെ അവളുടെ ജീവിതത്തിൽ ഒരേ ഒരു നല്ല കാര്യമാണ് ചെയ്തത്, നിന്നെ ഈ കൊട്ടാരത്തിലേക്ക് തന്നത്. നന്നായിരിക്കും മോനെ. ഞാൻ DIG സാറിനെ ഇപ്പൊ തന്നെ ഒന്ന് വിളിക്കാം. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ റോജയ്ക്ക് ഇപ്പം എന്താ സംഭവിച്ചെന്ന്. പോയി ചെക്ക് ചെയ്താലോ? വേണ്ട, അവൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. പക്ഷെ മനസ്സിലാവുന്നില്ല എക്സാക്ട്ലി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. റോജ, ഞാനൊന്ന് അകത്തോട്ട് വരട്ടെ. റോജ, നല്ല ഉറക്കമാണെന്നുള്ളത് തോന്നേ. ഒരുപാട് വേദന എടുക്കുന്നുണ്ടോ റോജ? പക്ഷെ ഇവെല്ലാം ശരിയാവും കേട്ടോ. നിന്റെ മുഖത്തിനുണ്ടല്ലോ ഇതൊന്നും ശരിയാവുന്നില്ല കേട്ടോ. വേഗം റെഡിയായി വാ. അവിടെ നീ വളരെ ഗുണ്ടകളെയൊക്കെ അടിച്ച് ഓടിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പം എന്ത് പറ്റി? നീ എന്തിനാണ് ഇപ്പം കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്? എനിക്കോ നിനക്ക് നന്നായി ഡാൻസ് കളിക്കാനും അറിയാം, ഇതുപോലെ നന്നായി അഭിനയിക്കാനും അറിയാം. നീ ഇന്ന് ഭയങ്കര വഴക്കായിരുന്നു. നീ അവരെ ഇന്ന് അടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ശരി, എഴുന്നേക്ക്. വാ, ഇപ്പം നമുക്ക് രണ്ടുപേർക്കും ഒന്ന് അടിയുണ്ടാക്കാം. വഴക്കുണ്ടാക്കാനല്ലേ? പറയൂ റോജ. ഏയ് റോജ, നീ സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ. ആൻറ്റി, ഞാൻ പിന്നെ എനിക്കറിയാം നീ അവളെ സഹായിക്കുകയായിരുന്നു എന്ന്. ആളുകളെ സഹായിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് സമീർ. പക്ഷെ അവളൊരു കോമണറാണെന്ന കാര്യം മറക്കണ്ട. അത്തരം ആളുകളുടെ അടുത്ത് നിന്ന് നീ എത്രത്തോളം അകലത്തിൽ കഴിയുന്നു അത്രയും നിനക്ക് നല്ലതാണ്. ശരി, ചെല്ല്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആൻറ്റി.
ചെയ്യാൻ പോകുന്നത് അത് ചെയ്യുമ്പോ എന്റെ കൈവരച്ചാൽ നിനക്ക് കൊള്ളാം. പക്ഷെ എനിക്കിഷ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? എന്നിലെ നന്മകളെക്കാൾ കൂടുതൽ എനിക്ക് വിലപ്പെട്ടത് ഞാൻ കണ്ട സ്വപ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്റെ സ്വപ്നങ്ങൾക്കും എനിക്കുമിടയിൽ കയറി വരുന്നത് ആര് തന്നെ ആയാലും ശരി, ഞാൻ ആ വരുന്നവരെ എനിക്കേത് രീതിയാണോ ഇഷ്ടപ്പെട്ടത് ആ രീതിയിൽ ഞാൻ ഉപദ്രവിക്കും. ഇപ്പൊ നീ എന്റെ സ്വപ്നങ്ങളുടെ ഇടയിൽ കയറി വരികയാണ് റോജ. അതുകൊണ്ട് നിന്നെ ഇങ്ങനെ എന്നേക്കുമായി തന്നെ കിടത്തി ഉറക്കേണ്ടി വരികയാണ്. കാല് ഭയങ്കരമായിട്ട് വേദനിക്കുന്നല്ലോ. ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണമെന്ന് തോന്നുന്നു. അവിടെ ചിലപ്പോൾ അഡ്മിറ്റ് ആകേണ്ടിയും വരും. എന്റെ തലയിലെടുത്ത് ഇത്രയധികം ശപിക്കപ്പെട്ടതായിരുന്നല്ലോ. അവർക്ക് പറ്റിയ കാല് പുറത്ത് കാണിക്കാൻ പോലും പറ്റില്ല, ഒരാളുടെ അടുത്ത് പറയാൻ പോലും പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അറിയിക്കണം. എന്തുപറ്റി? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ ഇതുവരെ ഉറങ്ങാത്തെ? നടന്ന എല്ലാ സംഭവങ്ങളും ശരിക്കും എന്റെ ഉറക്കത്തെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു രാജ്. വളരെ ശരിയാണ്. നമ്മുടെ അവിക് ബണ്ണയെ ആരോ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. ഈ കുറ്റം ചെയ്യാൻ തുണിഞ്ഞവരാരാണെങ്കിലും ശരി, അവരെ ഒരു പാഠം പഠിപ്പിക്കുന്നത് വരെ എനിക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റില്ല. പരിക്കേറ്റ കാലങ്ങാൻ ഇവള് കണ്ടാൽ എന്നെ സംശയിക്കാൻ സാധ്യതയുണ്ടല്ലോ. അതൊക്കെ പോട്ടെ, അവിക് ബണ്ണയ്ക്ക് ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എവിടെയായിരുന്നെന്ന്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് റാണി, അല്ലാതെ വേറെ എവിടെ പോകാനാ? എന്താ പരസ്പര ബന്ധമില്ലാതെ പറയുന്നത് പോലെ? നിങ്ങളുടെ മുഖത്തും ഒരു വല്ലായ്മയുണ്ടല്ലോ. എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നത് പോലെയുണ്ട്. അങ്ങനൊന്നുമില്ല രാജ്. പക്ഷെ വേദന ഭയങ്കര കൂടുതലാണ്. അതായത് അവിക് ബണ്ണയ്ക്ക് നടന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ദുർഗാദേവിയാണ് സത്യം. നമ്മുടെ അവിക് ബണ്ണയോട് ആരാണോ ഈ പണി കാണിച്ചത് അവരെ തേടി കണ്ടുപിടിക്കുന്നത് വരെ എനിക്കൊരു സമാധാനവുമില്ല. ഈ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം, രാജ് വിഷമിക്കണ്ട. അത് വേണ്ട. അല്ലെങ്കിലേ നിങ്ങൾക്ക് ഒരുപാട് ചുമതലകളുണ്ട്. ഈ കാര്യം നിങ്ങൾ എൻ്റെ അടുത്ത് വിട്ടേക്ക്. ഞാൻ തീർച്ചയായും അവരെ വെറുതെ വിടില്ല. മകന്റെ മേലാണേറ്റ് പറയുക. നിങ്ങൾ വിശ്രമിക്ക്. ഞാൻ പോയി അവിക് ബണ്ണയെ കണ്ടിട്ട് വരാം. റാണിയമ്മേ, നമസ്കാരം റാണിയമ്മേ. ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ശരിക്കും ഞാൻ പുറമേ നിന്നുള്ള ആളാണല്ലോ. എന്നാലും നമ്മുടെ രാജകുമാരന്റെ ഓർമ്മ വരുമ്പോ മനസ്സ് വല്ലാതെ കിടന്ന് പെടയ്യ. ഇതാ റാണിയമ്മേ, ഇത് അവിക് ബണ്ണയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാ. റാണിയമ്മേ, പണ്ടുള്ളവര് പറയില്ലേ, ഈ കത്തി കുട്ടിയുടെ തലയണക്കടിയിൽ വെച്ചാ പിന്നെ ദുസ്വപ്നങ്ങളൊന്നും കാണില്ല, ആരുടെയും കണ്ണ് കിട്ടുകയില്ല. വളരെ നന്ദി. ശരിക്കും പറഞ്ഞ നന്ദി പറയേണ്ടത് ഞാനല്ലേ റാണിയമ്മേ? അയ്യേ
മോളെ പേടിക്കുമെന്ന് സ്വപ്നം കണ്ടോ? അയ്യോ മോളെ പേടിക്കണ്ട കേട്ടോ. നോക്ക് ശരീരം ആകെ വിറയ്ക്കുന്നു. വെള്ളം 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 കുടിക്കാം. നിക്ക് 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 നിക്ക്. ദാ വെള്ളം കുടിക്കേ. ഇതാ വേഗം വെള്ളം കുടിക്കേ. ദാ കുടിക്കേ. കുടിക്കേ മോള് കുടിക്കടാ. ഇപ്പൊ എങ്ങനെയുണ്ട് മോൾക്ക്? അവിക്കിനെ കുറിച്ച് ചിന്തിക്കുകയാണോ? സാരില്ല മോള് ചെല്ല അവിക്കിന്റെ അടുത്തേക്ക് ചെല്ല. ചെല്ല. പ്രതാപ്, നിനക്ക് എന്താ മനസ്സിലാക്കാത്തത്? അവിക് പന്ന ആ ടാഗിനുള്ളിൽ വെച്ച് മൂടപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ റാണിയമ്മയ്ക്ക് സമയം വേണ്ട. ചേച്ചി എന്തായി പറയുന്നേ? അങ്ങനെയാണെങ്കിൽ ഈ കാര്യം റാണിയമ്മയുടെ ചെവിയിലെത്താൻ പാടില്ല. ശരി, എന്നാ ഇങ്ങനെ ചെയ്താലോ? ആ പെണ്ണ് കിടന്നുറങ്ങുന്ന സമയത്ത് അവളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നാലോ? എല്ലാ കാര്യത്തിന്റെയും പരിഹാരമായി ഒരു കൊലപാതകമോ രക്തമോ കാണണമെന്നുള്ളത് നിർബന്ധമല്ല. യുദ്ധം ജയിക്കാൻ എന്നും ആയുധം തന്നെ വേണമെന്നില്ല. അത് ബുദ്ധി ഉപയോഗിച്ചും ജയിക്കാൻ. അപ്പൊ ചേച്ചിയുടെ തലച്ചോറ് ഒരുവിധം പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയെങ്കിലും സ്വന്തം ചേച്ചി അല്പമൊക്കെ വിശ്വസിക്കാൻ നോക്ക്. ആ റോജയുടെ വായടപ്പിക്കാനുള്ള വഴി ഞാൻ ആലോചിച്ച് വെച്ച് കഴിഞ്ഞു. ഇപ്പൊ തന്നെ എനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ബുദ്ധി ഉണ്ടാവുന്നേ? ഹായ്, എനിക്ക് എന്നെ തന്നെ കണ്ണ് കിട്ടാതിരുന്നാ മതി. അല്ല, എന്താ ഇത്? എന്റെ മോതിരം എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ. എടി റോജ, അതെ, ഞാനിപ്പോ അവിക്കിന്റെ കൂടെ തന്നെ ഇരിക്കേണ്ടത്. അവിക്ക് ഇവിടെ സേഫ് അല്ല. ഇവിടെ അവൻ അപകടമുണ്ട്. അവിക്കിന്റെ അടുത്തേക്ക് പോകണം എനിക്ക്. മരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. എപ്പോഴാണോ റോജ ആ അവിക്കിന്റെ മുറിയിലേക്ക് പോകുന്നത്? പിന്നെ എന്ത് നടക്കുമെന്ന് ഞാൻ പറയാൻ ചേച്ചി. റാണിയമ്മ അവിക്കിന്റെ മുറിയിൽ ചെന്ന് തലയണക്കടിയിൽ കൊണ്ടുപോയി ആ കത്തി വയ്ക്കും. എന്തൊരു പെർഫെക്റ്റ് കോമ്പിനേഷനാ അല്ലേ? ഇനി നീ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദുഷ്ടശക്തികളിൽ നിന്നും ഇത് നിന്നെ രക്ഷിക്കും. എന്റെ പ്രതാപ്, ഞാൻ ആ റോജയുടെ വെള്ളത്തിൽ കലക്കിയിരിക്കുന്ന മരുന്നുണ്ടല്ലോ, അത് അവളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാ പിന്നെ അവളുടെ തലയ്ക്കകത്ത് വിചിത്രമായ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. അവളുടെ ഭാവനാശക്തി അങ്ങ് വളർന്ന് വലുതായിട്ടേ അവളുടെ ചുറ്റുമെല്ലാം അവൾക്കൊരു ഭ്രമമായി തോന്നും. ഇല്ലാത്തതെല്ലാം ഉണ്ടല്ലോ, അത് അവൾക്ക് കാണാൻ കഴിയാൻ തുടങ്ങും. എന്നിട്ട് അവൾ അതിനെയെല്ലാം
സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. എനിക്ക് ആകെ മങ്ങൽ അനുഭവപ്പെടുന്നു. ആരാത്? ആരോ അവിക്കുന്ന വാളുകൊണ്ട്. അവി! അവി! നീയായിരുന്നോ അത്? നീയാണ് എന്റെ അച്ഛനമ്മയെ കൊന്നേ. എന്റെ അനിയനെ കിഡ്നാപ്പ് ചെയ്ത് കൊല്ലാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ വാളുകൊണ്ട് കൊല്ലാൻ വന്നേ. ഞാൻ നിന്നെ വെറുതെ വിടില്ല. എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? പറഞ്ഞത് അനിയനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ എന്റെ അനിയനെ കൊല്ലാൻ നോക്കിയത്. നീ ഒരു കൊലപാതകയാ. ഞാൻ നിന്നെ കൊല്ലും. നമ്മൾ റിംചുമിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ റാണിയമ്മയ്ക്ക് നമ്മുടെ മേൽ സംശയമുണ്ടാകും. അവളെ നമുക്ക് കൊല്ലാൻ പറ്റില്ലെങ്കിൽ എന്താണ്? റാണിയമ്മയുടെ മുമ്പിൽ നമ്മൾ അവളെ ഏറ്റവും മോശമായി കാണിച്ചു കൊടുക്കും. പിന്നീട് ഒരിക്കലും അവൾ വിചാരിച്ചാൽ പോലും അവൾക്ക് റാണിയമ്മയുടെ മുമ്പിൽ നിൽക്കാനാവില്ല. ഇതെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത് അവളുടെ ബുദ്ധിയെ നമ്മളുടെ കൈകളിൽ എടുത്തുകൊണ്ടായിരിക്കും.